ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന പാഠഭാഗമാണ്. ഈ പാഠം SSLC പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതിൽ നിന്ന് പാരഗ്രാഫ് റൈറ്റിംഗ്, ക്യാരക്ടർ സ്കെച്ച്, ഡയറി, ലെറ്റർ, ന്യൂസ് റിപ്പോർട്ട് തുടങ്ങിയ റൈറ്റിംഗ് ടാസ്ക്സ് ഓൾമോസ്റ്റ് ഷുവറായി വരാറുണ്ട്. അതിനാൽ ഈ ക്ലാസ് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ കഥയുടെ അടിസ്ഥാന ആശയമെന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഈ കഥ നമ്മോട് പറയുന്നത് സമൂഹം എങ്ങനെ ദുർബലരെയും വ്യത്യസ്തരെയും കാണുന്നു എന്നതാണ്. കഥയിലെ ഓൾഡ് മാൻ ചിറകുള്ളവനാണ്, പക്ഷെ അവനെ ആളുകൾ ഒരു മനുഷ്യനായി കാണുന്നില്ല. അതാണ് ഈ കഥയുടെ ഹാർട്ട്. ഇപ്പോൾ ആദ്യം സാധാരണയായി ചോദിക്കുന്ന ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യമിതാണ്: ഹൗ ഡസ് ദ സ്റ്റോറി ഷോ സൊസൈറ്റീസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ വീക്ക് ആൻഡ് ദ വൾണറബിൾ? ഇതിന്റെ അർത്ഥം ദുർബലരോടും സഹായം ആവശ്യമുള്ളവരോടും സമൂഹം എങ്ങനെ പെരുമാറുന്നു എന്ന് ഈ കഥ എങ്ങനെ കാണിക്കുന്നു എന്നതാണ്. ഇതിനുത്തരമെഴുതുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇതാണ്: ഈ കഥയിൽ കാണുന്ന സമൂഹം വളരെ ക്രൂരവും കരുണയില്ലാത്തതുമാണ്. ഓൾഡ് മാനിനെ അവരൊരു മനുഷ്യനായി കാണുന്നില്ല, ഒരു കൗതുക വസ്തുവായി മാത്രമാണ് കാണുന്നത്. ആളുകൾ അവന്റെ മേൽ കല്ലെറിയുന്നു, അവന്റെ ചിറകിലെ തൂവലുകൾ പറിച്ചെടുക്കുന്നു, കോഴിത്തട്ടിൽ പൂട്ടുന്നു. പെലായോയും എലിസന്റെയും പോലും അവനെ പണം സമ്പാദിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിലൂടെ സമൂഹത്തിന് കമ്പാഷനും എംപതിയും ഇല്ലെന്ന് കഥ വ്യക്തമാക്കുന്നു. ഇതെഴുതുമ്പോൾ ഓർക്കണം, വീക്ക് ആൻഡ് വൾണറബിൾ ഈസ് ഈക്വൽ ടു എക്സ്പ്ലോയിറ്റഡ് എന്ന ഐഡിയ വ്യക്തമായിരിക്കണം. ഇനി ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ആദ്യം ഓൾഡ് മാൻ. ചോദ്യം: റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ഓൾഡ് മാൻ. ഇവിടെ നമ്മൾ ആദ്യം അവന്റെ ഫിസിക്കൽ ട്രെയ്റ്റ്സ് പറയണം. അവൻ വളരെ വൃദ്ധനും ദുർബലനുമാണ്. ചിറകുകളുണ്ടെങ്കിലും ഒരു ശക്തിയുള്ള ദൈവദൂതനെപ്പോലെ അവൻ തോന്നുന്നില്ല, മറിച്ച് ഒരു സാധാരണ മനുഷ്യനെപ്പോലെ തന്നെയാണ്. അടുത്തത് അവന്റെ ക്യാരക്ടർ. അവൻ വളരെ പേഷ്യന്റാണ്. ആളുകൾ അവനെ ഉപദ്രവിച്ചിട്ടും അവൻ പ്രതികരിക്കുന്നില്ല, ഒരിക്കലും പരാതി പറയുന്നില്ല. അവന്റെ ഈ നിശബ്ദ സഹനം സമൂഹത്തിലെ അവഗണിക്കപ്പെടുന്ന മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നു. ഇതിലൂടെ എഴുത്തുകാരൻ മനുഷ്യരുടെ ക്രൂരത തുറന്നുകാട്ടുന്നു. ഇപ്പോൾ ഏലിസെൻഡ എന്ന കഥാപാത്രത്തിലേക്ക് വരാം. ചോദ്യം: സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് ഏലിസെൻഡ. ഏലിസെൻഡ പ്രാക്ടിക്കലാണ്, പക്ഷേ കമ്പാഷനേറ്റ് അല്ല. അവൾ ഓൾഡ് മാനെ ഒരു മനുഷ്യനായി കാണുന്നില്ല, അവനെ ഒരു ഇൻകം സോഴ്സായി മാത്രമാണ് കാണുന്നത്. ചിലപ്പോഴൊക്കെ അവൾക്ക് ചെറിയൊരു കരുണ തോന്നിയാലും അവളുടെ പ്രവൃത്തികൾ മുഴുവൻ സെൽഫിഷാണ്. കഥയുടെ അവസാനം ഓൾഡ് മാൻ പറന്നുപോകുമ്പോൾ അവൾക്ക് റിലീഫാണ്, കാരണം അവൾക്ക് അവനൊരു ഇൻകൺവീനിയൻസ് ആയിരുന്നു. ഇതിലൂടെ ഏലിസെൻഡ ഒരു മെറ്റീരിയലിസ്റ്റിക് മൈൻഡ്സെറ്റുള്ള വ്യക്തിയാണെന്ന് കാണാം. ഇനി ഷോർട്ട് ആൻസർ ചോദ്യങ്ങൾ. 1. വൈ ഡിഡ് പെലായോ ലോക്ക് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ്? ഇതിന്റെ അർത്ഥം പെലായോ ഓൾഡ് മാനെ കോഴിത്തട്ടിൽ പൂട്ടിയത് എന്തുകൊണ്ട്? ഉത്തരം ലളിതമാണ്. പെലായോ അവനെ നിയന്ത്രണത്തിൽ വെക്കാൻ വേണ്ടിയാണ് പൂട്ടിയത്. അവൻ അപകടകാരിയാകുമോ എന്ന ഭയം പെലായോയ്ക്കുണ്ടായിരുന്നു. കൂടാതെ ആളുകൾ കാണാൻ വരുമ്പോൾ അവൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയും അവനെ പൂട്ടി. അടുത്ത ഷോർട്ട് ആൻസർ: വൈ ഡസ് ദ നെയ്ബർ വുമൺ കോൾ ദ ഓൾഡ് മാൻ ആൻ ഏഞ്ചൽ? അവളുടെ വിശ്വാസപ്രകാരം ഓൾഡ് മാൻ സിക്ക് ചൈൽഡിനെ കൊണ്ടുപോകാൻ വന്ന ഏഞ്ചലാണ്, മഴ കാരണം അവൻ വീണുപോയി എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. ഇവിടെ സൂപ്പർസ്റ്റിഷൻ വളരെ വ്യക്തമായി കാണാം. ഇനി ഡയറി എൻട്രി. ചോദ്യം: റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ഏലിസെൻഡ വെൻ ദ ഓൾഡ് മാൻ ഫൈനലി ഫ്ലൈസ് അവേ. ഇതെഴുതുമ്പോൾ ഏലിസെൻഡയുടെ മനോഭാവം ഓർക്കണം. അവൾക്ക് സന്തോഷമോ വിഷമമോ? ഇവിടെ അവൾ റിലീവ്ഡാണ്. അവൾ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും: അവൻ ഫൈനലി പോയി, ഇനി എന്റെ ജീവിതത്തിൽ ശാന്തിയുണ്ട്. അവനൊരു ബേർഡനായിരുന്നു. ഇത് ഏലിസെൻഡയുടെ ലാക്ക് ഓഫ് എംപതി കാണിക്കുന്ന ഒരു ഡയറിയാണ്. ഇനി ലെറ്റർ ടു ദ എഡിറ്റർ. ചോദ്യം: റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ എക്സ്പ്രസിംഗ് കൺസേൺ ഓവർ ദ ഇൻഹ്യൂമൻ ട്രീറ്റ്മെന്റ് ഓഫ് ദ ഓൾഡ് മാൻ. ഇതിന്റെ സന്ദർഭം മനസ്സിലാക്കണം. ഇത് ഒരു സോഷ്യൽ ഇഷ്യൂ ആയി എഴുതണം. ഓൾഡ് മാനെ കോഴിത്തട്ടിൽ പൂട്ടിയതും പണം സമ്പാദിക്കാൻ ഉപയോഗിച്ചതും മനുഷ്യത്വത്തിനെതിരായ പ്രവൃത്തികളാണെന്ന് പറയണം. സമൂഹത്തിന്റെ കോൺഷ്യൻസ് ഉണർത്തണമെന്ന റിക്വസ്റ്റ് അവസാനം ചേർക്കണം. ഇനി ന്യൂസ് റിപ്പോർട്ട്. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓൺ ദ അറൈവൽ ഓഫ് ദ സ്ട്രേഞ്ച് ഓൾഡ് മാൻ വിത്ത് വിങ്സ്. ഇവിടെ ഒബ്ജക്റ്റീവ് ടോൺ വേണം. എവിടെ സംഭവിച്ചു, ആരുടെ വീട്ടിൽ, ആളുകളുടെ പ്രതികരണം, അതോറിറ്റീസ് ഇടപെട്ടോ ഇല്ലയോ, ഇതെല്ലാം ഷോർട്ടായി എഴുതണം. ഡയലോഗ് ക്വസ്റ്റ്യൻ വരുമ്പോൾ പെലായോയുടെയും നെയ്ബർ വുമണിന്റെയും വ്യൂ പോയിന്റ്സ് കാണിക്കണം. പെലായോ പ്രാക്ടിക്കലാണ്, നെയ്ബർ വുമൻ സൂപ്പർസ്റ്റിഷ്യസ് ആണ്. ഡയലോഗ് അത് റിഫ്ലക്ട് ചെയ്യണം. ഇനി ഒരു ഫൈനൽ എക്സാം ടിപ്പ്. ഈ പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നാൽ ഓൾഡ് മാൻ ഈസ് ഈക്വൽ ടു വീക്ക് പീപ്പിൾ, സൊസൈറ്റി ഈസ് ഈക്വൽ ടു ക്രൂവൽ, ഇൻസെൻസിറ്റീവ്.
മെസ്സേജ് ഈസ് ഈക്വൽ ടു കമ്പാഷൻ എന്ന് മനസ്സിൽ വെച്ചെഴുതിയാൽ ഫുൾ മാർക്സ് നേടാൻ കഴിയും. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.